ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലെ നമ്മുടെ സെക്കൻഡ് ഷോ തൃശ്ശൂർ ശോഭ സിറ്റിയിൽ നിന്നാണ് മെയ്യഴകൻ മൂവിയാണെന്നത്. നല്ല ക്രൗഡ്, ആദ്യത്തെ പറയണം, തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. നല്ല കാണികൾ, നല്ല പ്രേക്ഷകർ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു മൂഡ്. അവരൊപ്പം ഇരുന്നൊരു പടം കണ്ടു. സാധാരണ സെക്കൻഡ് ഷോ വീക്കെൻഡൊക്കെ പടം പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് മൂഡൊക്കെ ആയിട്ട് ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ടീമിനെ കാണും. പക്ഷെ ഈ പടം എന്താണ് മനസ്സിലാക്കിയിട്ട് വന്ന പ്രേക്ഷകർ ആദ്യമായിട്ട് അവരൊപ്പം പടം കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് ആ ഇമോഷൻസൊക്കെ മുഖത്ത് പ്രകടിപ്പിച്ച് നല്ല രീതിയിൽ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ഓരോരുത്തരും മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടും. അപ്പോൾ മെയ്യഴകൻ പറഞ്ഞു, നമ്മുടെ 96 പടം കാണാത്ത ആളുകളുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ ഇനി കാണാൻ പറ്റില്ല. ആ പടം ചെയ്ത സംവിധായകൻ തന്നെയാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. ചേട്ടൻ്റെ പേര് വരുന്നത് പ്രേംകുമാർ എന്നാണ്. സി പ്രേംകുമാർ. ആളെ സെക്കൻഡ് മൂവിയാണിത്, 96. ഓസം മൂവി. പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് വാച്ചാണ് ആ പടം. ആ പടം കണ്ടിട്ട് ഈ പടം കണ്ടവർക്ക് ഒന്നും കൂടി പടത്തിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അത് വേറെ സംഭവമാണ്. ഫീൽ ഗുഡും ഇമോഷൻസും നമ്മുടെ ലൈഫിലുണ്ടാവുന്ന ഓരോ മൂമെൻറ്റ്സുകൾ നമുക്ക് കിട്ടും. ഈ പടം കാണുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന കിട്ടി നല്ല നല്ല മൂമെൻറ്റ്സുകളൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. സ്കൂൾ ജീവിതത്തിലായാലും നമ്മുടെ പഴയ കാലഘട്ടമായാലും വീട്ടിലതായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒക്കെയുള്ള നല്ല നല്ല മൂമെൻറ്റ്സുകളുണ്ടല്ലോ നമുക്ക് ഓർമ്മയിൽ വരും. ഇപ്പോൾ ഡയറി എഴുതുന്ന ആളുകളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഡയറി ഒന്ന് മറച്ചു നോക്കുമല്ലോ, ആ കിട്ടുന്നൊരു ഫീല്, അത് മേക്ക് ചെയ്തുള്ള രീതി. ആദ്യം തന്നെ ടെക്നിക്കലി പറയാം, കുറേ സംസാരിക്കാനുണ്ട് ഈ പടത്തിൽ. ടെക്നിക്കലി പടത്തിൻ്റെ ആദ്യത്തെ പറയേണ്ടത് സിനിമാറ്റോഗ്രാഫി. പടം തുടങ്ങിയിട്ടൊരു യാത്ര കാണിക്കുന്നുണ്ട് ഒരു ബസ്സിൽ. തമിഴ്നാട് തഞ്ചാവൂർക്ക് വരികയാണ് മദ്രാസ്. ആ ബസ്സിലുള്ള ഓരോ സീനുകൾ, വിഷ്വൽസും സമയത്ത് കൊടുത്തുള്ള BGM, ഇതിലെ വിഷ്വൽസ് ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫി മഹേന്ദ്രൻ ജയരാജ് നമിച്ച് രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. എന്ത് രസമായിട്ട് എടുത്തു വെച്ചില്ലെന്നറിയാം. അതുപോലെ എഡിറ്റിംഗ് ഗോവിന്ദരാജ്. 3 മണിക്കൂർ പടമുണ്ട്. പടം സ്ലോ ബേസ്ഡ് ആണ്. പക്ഷെ 3 മണിക്കൂർ നേരം, ഞാനും പറഞ്ഞു ഈ തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോരാൻ തോന്നില്ല 3 മണിക്കൂർ നേരം കണ്ടിരുന്നുണ്ട്. ഗോവിന്ദരാജ് ചേട്ടൻ. മ്യൂസിക് ഗോവിന്ദ് വസന്ത്. 96 മ്യൂസിക് ചെയ്ത ആ സെയിം ചേട്ടൻ തന്നെയാണ് പടം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലെ പെർഫോമൻസുകൾ, അരവിന്ദ് സ്വാമി. ആദ്യം പറയുന്നത് അരവിന്ദ് സ്വാമിയിലാണ് പടം തുടങ്ങുന്നത്. കഴിഞ്ഞാൽ തഞ്ചാവൂരിൽ നിന്ന് അവർ ചെന്നൈക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ താമസിച്ചിരുന്ന വീട് മാറിയിട്ട് അവർ ചെന്നൈ വീടാണ്. അപ്പോൾ ഇമോഷൻസ് ഓഫ് സീനുകളൊക്കെ ഉണ്ട്. ആൾ ആ വീടിന് ചുറ്റും നടക്കുന്നു. ഒരു ഇല എടുത്തിട്ട് ആൾ പോക്കറ്റിൽ വെക്കുന്നുണ്ട്. ഒരു മാവിൻ്റെ ഇല എടുത്ത് പോക്കറ്റിൽ വെക്കുന്നുണ്ട്. അത് ക്ലൈമാക്സിൽ പുസ്തകത്തിനിടയിൽ കാണിക്കുന്നുണ്ട്. സിനിമ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സീനിലാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ യാത്രയാണ്. പിന്നെ യാത്രയിൽ തിരിച്ചൊരു കല്യാണം കൂടാൻ വേണ്ടി തഞ്ചാവൂർക്ക് വരിക, ആളെ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു ബസ്സിലെ യാത്രയുണ്ട്. ഗംഭീരമായിട്ടാണ് ഒപ്പിയെടുത്ത് വെച്ചത്. ആ സമയത്ത് പോകുന്ന മ്യൂസിക് ടെക്നിക്കലി ഒരു രക്ഷയില്ലാണ്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പറയുന്ന സമയം ആദ്യം കാണിക്കുന്നത് ആളെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ കാണുന്നത്, എൻ്റെ ഏറ്റവും കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മയിൽ കണ്ടൊരു പടം ഞാൻ ഓർക്കുന്നത് ദേവരാഗാണ്. ദേവരാഗം കാണുന്ന സമയത്ത് ആളെങ്ങനെയായിരുന്നു, ആളെ അഭിനയം എങ്ങനെയായിരുന്നു, ആളുടെ ഫേസ് എങ്ങനെയായിരുന്നു, ആളുടെ ലുക്ക് എങ്ങനെയായിരുന്നു, അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്തൊരു രസമാണ് അറിയാം ആളെ സ്ക്രീനിൽ കാണാൻ. ആൾ ഓരോ സംസാരിക്കുന്ന ലിപ്സ് മൂവ്മെൻറ്റ്, കണ്ണ്, ഐ കോണ്ടാക്ട് ഒക്കെ ഉണ്ടല്ലോ, വേറെ ലെവൽ. പറയുന്ന സമയം രക്ഷയില്ലാണ്ട് ചെയ്തു വെച്ചേക്കാണ്. ആൾ ജീവിച്ചേക്കാണ്. അതുപോലെ കാർത്തി. പടത്തിൽ ഇൻട്രോയിൽ വരെ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പോകുന്ന കാർത്തിയാണ്. അരവിന്ദ് സ്വാമി ഇൻട്രോന് ശേഷം കാർത്തി അങ്ങോട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ വരെ കോമ്പിനേഷൻ സീനുകൾ. ഈ പടം കാർത്തി 27ാമത്തെ മൂവിയാണ്. അതുകൊണ്ടാണ് ഈ പടം 27ാം തീയതി റിലീസിന് ഇറക്കിയത്. ഇവർ തമ്മിലുള്ള ആ കോമ്പിനേഷൻ സീനുകളും അതിഗംഭീരം എന്ന് പറഞ്ഞാൽ പോലെ ഓസം, അതിഗംഭീരം, ഓസം. കുറേ സീനുകളുണ്ട്. ക്ലൈമാക്സിൽ കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര നേരം കൊടുത്ത് ഈ വീഡിയോ ചെയ്യുന്നവരെ എൻ്റെ മനസ്സ് പോയിട്ടില്ല. പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജ്യോതിക സൂര്യയാണ്. ചേട്ടനും ചേച്ചി തന്നെയാണ്. ഈ പടത്തിലേക്ക് വരാൻ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഞാൻ പടത്തിന് പോയത്. പ്രത്യേകിച്ച് അതിന് വിവാദങ്ങൾ കൊണ്ടുവരാനുള്ള സംഭവങ്ങളൊന്നും അതിൽ ജെല്ലിക്കെട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും, പിന്നെ അവിടെ പൊളിറ്റിക്സ് സംസാരിക്കുന്ന കുറച്ച് രീതികളുണ്ട്. ദൈവത്തിനെ കുറിച്ചും സംസാരിക്കുന്ന രീതികളുണ്ട്. അതിൽ കാർത്തിക പറയുന്നുണ്ട് തമിഴ് വരെ മറന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് പഴയ കാലഘട്ടമൊക്കെ കണക്റ്റഡായിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് സെലവ് കൊണ്ട് ആളുകൾക്ക് അറിയാം തമിഴ്നാട് കൾച്ചർ ബേസിലുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ കുറച്ച് അരവിന്ദ് സ്വാമി പേര് വരെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പേര് വരെ വന്നത്. അങ്ങനെ പടം തുടങ്ങുന്നു. പടം ഇങ്ങനെ മെല്ലെ മെല്ലെ സ്ലോ ബേസിൽ കയറിപ്പോയി. ഇവർ ചെന്നൈയിലൊരു കല്യാണം കൂടുന്ന ഒരു പാസ് ഉണ്ട് അനീതിയായിട്ട്. ആ സീനുണ്ടല്ലോ, എന്താ കൊണ്ടുപോകുന്നത്, ആ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ട് കുറച്ച് സീനുകളുണ്ട്. അത് പറയുന്നില്ല, നിങ്ങളത് ഫീൽ ചെയ്യും.
അതിഗംഭീരം. അത് കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ആൾക്ക് അവിടെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്ക് പോകാൻ പറ്റാതിരിക്കുകയാണ്. തിരിച്ച് കാർത്തിയുടെ വീട്ടിൽ വരുന്നുള്ള ഒരു സീനുകൾ, ആ ഒരു പഴയ കാര്യങ്ങൾ വെച്ചാൽ കാർത്തി അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടർ. ഒരു കുട്ടിക്കാലത്തിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ കണക്ട് ആയിട്ട്, പക്ഷേ ആൾക്ക് ഇവർക്ക് മനസ്സിലാവുന്നില്ല. 20 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അറിയാണ്ട് ഇവര് കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ ചെറിയ ഒരു ബീറൊക്കെ വാങ്ങിച്ചിട്ട് യാത്ര ചെയ്യുന്നുണ്ട്, സൈക്കിൾ എടുത്തിട്ട് പോകുന്നുണ്ട്. സൈക്കിളിന് ഒരു ദൈവമായിട്ട് കാണുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതൊരു വേറെ ഫീലാണ്. സൈക്കിൾ ആദ്യമായിട്ട് ചവിട്ടി. ഇപ്പം സൈക്കിൾ നമുക്ക് ആദ്യം കൈ കിട്ടിയ സമയത്ത്, നമ്മൾ വാങ്ങിച്ച സമയത്ത്, ഞാൻ സൈക്കിൾ വാങ്ങിച്ചിട്ടില്ല, അച്ഛൻ വാങ്ങിച്ച സൈക്കിളൊക്കെ എടുത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഫീലുണ്ട്. കൂട്ടുകാരൻ്റെ സൈക്കിളൊന്നും കയറി കിട്ടിയ ഫീല്. ആ സൈക്കിൾ ഇത്ര വർഷമായിട്ട് ആളുകൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഫീലുണ്ട്. അതുപോലെ തിരിച്ച് അരവിന്ദ് സ്വാമിക്ക് ഫീൽ എന്ന് വെച്ചാൽ ആളുടെ പഴയ വീട് ഓർമ്മകളൊക്കെയാണ്. പക്ഷെ ഓർമ്മകൾ പലതാൾക്കില്ല. പക്ഷെ ആ വീടിനോട് ഭയങ്കര ഇമോഷൻസ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇമോഷൻസ് ആവുമല്ലോ. അപ്പോൾ ഇവർ കുട്ടിക്കാലത്തുള്ള കുറേ സീനുകളൊക്കെ കണക്റ്റഡ് ആയിട്ട് നമ്മുടെ ബാലിങ്ങനെ ഓർത്ത് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറേ ആളുകളായിട്ട് അത്രയും ഫൈനൽ അറ്റ്മോസ്ഫിയറിൽ വന്ന 20 years ബാക്ക് ആൾ വരുന്ന സമയത്ത് ഇവർക്ക് ഓർമ്മയില്ല. ഇവർ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ഒരുമിച്ച് ബീർ കഴിക്കും, യാത്ര, ഇവർ പോയി സ്ഥലങ്ങളിൽ പോയി സൈക്കിൾ ചവിട്ടി പോവും, അമ്പലത്തിൻ്റെ അടയ്ക്കും, അണക്കെട്ടിൻ്റെ അടയ്ക്കും. പക്ഷെ ഇവർ പേര് അങ്ങോട്ട് ആരാണ് അരവിന്ദ് സ്വാമിക്ക് മനസ്സിലാവുന്നില്ല. കാർത്തി ഇവരെ കുടുംബത്തിലെ ഒരാളാണെന്നറിയാം. ഒരു ക്ലൈമാക്സിൽ പറഞ്ഞറിയിക്കുന്ന സീനൊക്കെ ഉണ്ട് ജനറേഷൻ വെച്ചിട്ടൊക്കെ. എൻ്റെ 2 ജനറേഷൻ, ഒരു ജനറേഷൻ്റെ അപ്രതികാരം ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഡീപ്പായിട്ട് പറയുന്നൊരു സീനൊക്കെ ഉണ്ട്. റിലേഷൻഷിപ്പിൻ്റെ സ്ട്രോങ് ഉണ്ടല്ലോ, അത് അതിഗംഭീരമായിട്ട് എടുത്തു വെച്ചേക്കാണ്. പിന്നെ അതിൽ ഓരോ സീനിലും മുമ്പുള്ള ഒരു BGM ഉണ്ട്. ഇത് ചേട്ടൻ ഗോവിന്ദ് വസന്ത് ചേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ളത് അതിഗംഭീരമാണ്. പിന്നെ കുട്ടിക്കാലത്ത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെയൊക്കെ ലൈഫിൽ വന്ന് ഓരോരുത്തരുണ്ടാവും. നമ്മൾ ചെറുപ്പകാലത്ത് ഒരു ലൈം ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം 2 രൂപ എടുത്ത് ചെയ്യും. അപ്പോൾ അത് വാങ്ങിച്ചിരുന്ന ആളൊപ്പം കളിക്കാൻ കൊണ്ടുവന്ന ആളുകളൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഒരാൾ എനിക്കുണ്ടായിരുന്നു, ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ദിബീഷ് ചേട്ടൻ എന്ന് പറയാം. എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഒരു ചേട്ടൻ്റെ ഒരാളാണ്. ഇപ്പോൾ സാഹചര്യമൊക്കെ വെച്ചിട്ട് പിന്നെ വീട് വിട്ട് പോയിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴുള്ള നാടും കാണുന്നുള്ള ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാർത്തി എന്നൊരു ആക്ടർ, പരുത്തി വീരൻ, 1001, കൈതി, PSM, പൊന്നിയിൻ സെൽവം മുതലുള്ള പടങ്ങളിലൊക്കെ പെർഫോമൻസ്. അതിനിടയ്ക്ക് ആൾ വേറെ കുറച്ച് മാസ് മസാല പിടിച്ച് പോയിട്ട് ആളെ തിരിച്ചു കിട്ടിയൊരു പടം കൂടിയാണിത്. ആളെ കഴിവ് നമുക്കറിയാം. ഈ പടങ്ങളൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിൽ വെക്കാം. ആ രീതിയിലുള്ള ലോക നിലവാരമുള്ള പടങ്ങൾ എന്ന് പറയും. പല പെർഫോമൻസുകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ കാർത്തിയുടെ ഭാര്യയായിട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, അരവിന്ദ് സ്വാമിയുടെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 96 വരുന്ന ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ കൊണ്ടുപോയി അച്ഛൻ്റെ റോള് ചെയ്ത് കൂട്ടുകാരനായിട്ട് വരുന്ന സീനുകൾ. കുട്ടിക്കാലത്ത് അരവിന്ദ് സ്വാമിയുടെ ഒരു ടീനേജിലെ അഭിനയിച്ചൊരു ചേട്ടനുണ്ട്. അവരൊക്കെ എന്ത് പെർഫോമൻസ് ആണെന്ന് അറിയും. ഇതിൽ ഓരോ പെർഫോമൻസ്. ഒരു ജല്ലിക്കെട്ട് സീനുണ്ട്. ജല്ലിക്കെട്ടിൽ ഇവർ പോയിട്ട് ഇതിനാൾ ദൈവമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജില്ലകളിൽ ജല്ലിക്കെട്ടിൽ മത്സരിച്ച് ജല്ലിക്കെട്ടില്ലാതാവുന്ന സമയത്ത് ആളൊരു ഇമോഷൻസ് വെച്ചാൽ തമിഴ്നാട്ടിലെ ജനങ്ങളിൽ ജല്ലിക്കെട്ടിന് അത്ര അധികം മനസ്സിലുണ്ട്. ആളൊരു ഇമോഷൻസ് കാണിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ആ കാളെ എന്താ പറയുക, മൃഗത്തിന് ജല്ലിക്കെട്ട് കേൾക്കുന്ന ഇതിനൊരു പേരുണ്ടല്ലോ, ആ കാണിക്കുന്ന സീനൊക്കെ ഉണ്ടാവും. വളരെ വരുന്ന സ്വാഗൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ ലെവലാണ്. അതൊക്കെ ഒരു ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൊളിറ്റിക്സ് പറയുന്ന രീതികളുണ്ട്. അത് തമിഴ്നാട്ടിൽ നമുക്കറിയാം ഭയങ്കര വിശ്വാസികളാണ് അവർ. അപ്പോൾ ആ വിശ്വാസത്തിന് അവർ പറയുന്ന കുറേ കണക്ട് ചെയ്തിട്ട് പഴയ കാലഘട്ടം കൊണ്ടുവന്നിട്ട് ഇതുവരെ എത്തി നിൽക്കുന്ന കുറേ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അത് ഗംഭീരമാണ്. എനിക്ക് ഭയങ്കര കണക്ട് ആയ ഒരു സീൻ എന്ന് വെച്ചാൽ തഞ്ചാവൂരിൽ നിന്ന് വിട്ടു പോകുന്ന സമയത്ത് ഒരു ആനക്കുട്ടിയായിട്ട് ഭയങ്കര ഇമോഷൻസ് അമ്പലത്തിൽ. ഈ ആനക്കുട്ടി 20 years ബാക്ക് വരുന്ന സമയത്ത് ഈ ആനക്കുട്ടി അത് ചെറിയ 20 വർഷമോ വലുതായി എന്ന് പറഞ്ഞ ടോക്ക് കേൾക്കുന്നുണ്ട്. അതൊക്കെ ആളെ മുഖത്ത് വരുന്നൊരു ഫീലിംഗ്, ആൾ വൈഫായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കുന്നത് അതിമനോഹരമാണ്. ഇത് ഉപ്പിയെടുത്തുള്ള ഈ ചേട്ടനെ കണ്ടിട്ട് ഉമ്മ കൊടുക്കുന്നു. ആ രീതിയിലാണ് ഈ പടം ചെയ്തു വെച്ചുള്ളത്. കുറച്ച് സ്ലോ ബേസ്ഡ് ആണ് പടം എന്നാണ് പറയുന്നത്. 96 കണ്ട ആളുകൾക്ക് അറിയാം. പക്ഷെ ആ പടം എന്തായാലും നമുക്കറിയാം. പടം എനിക്ക് അതൊക്കെ മേലെ ഫീലാണ് കിട്ടിയത് കേട്ടോ. കാരണം നമ്മൾ അനുഭവിച്ച ഫീല്, നമ്മൾ കുട്ടിക്കാലത്ത് അനുഭവിച്ച ഇതൊക്കെ നമുക്ക് ഈ പടത്തിലൂടെ കാണുകയാണ്. നമ്മൾ പണ്ട് ഡയറി ചെയ്യുന്ന ആളുകൾക്ക് ഡയറിയൊക്കെ മറിച്ച് നോക്കുമ്പോൾ, നമ്മൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഡയറി ഓട്ടോഗ്രാഫൊക്കെ മറിച്ച് നോക്കുമ്പോൾ അവരുടെ ഫേസൊക്കെ നമ്മുടെ മുഖത്ത് അന്ന് എഴുതുന്ന സമയം എഴുതുന്ന മൂമെന്റ്സ് വരെ നമുക്ക് കിട്ടും. ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പടം കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വൈഫൊക്കെ ആയിട്ട് കൂടെ സംസാരിച്ച് അച്ഛനമ്മയ്ക്കായിട്ട് സംസാരിച്ച് നേരെ ഈ വീഡിയോ ചെയ്യുന്നവരെ ആ ഫീല് വിട്ടുപോയിട്ടുണ്ട്. സോസം മൂവി, രക്ഷയില്ലാത്ത മേക്കിംഗ്, അതിഗംഭീരമാണ്. കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഫുഡ് കാണിക്കുന്ന ഒരു സദ്യ വിളമ്പുന്ന സീനുകളൊക്കെ ഉണ്ട്. ഭക്ഷണത്തോടുള്ള ഒരു ഇതൊക്കെ ആ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നതും പിന്നെ കാർത്തിക കുസൃതി എന്ന് പറഞ്ഞ കുറച്ച് ടോക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളിപ്പോൾ ഒരു കുറച്ച് കാലം നമ്മൾ നാട് വിട്ടൊക്കെ നമ്മൾ തിരിച്ച് ആ നാട്ടിലെത്തുന്ന സമയത്ത് അവിടുത്തെ മാറ്റം, അവിടുത്തെ ആളുകളൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്.
അന്ന് നമ്മൾ കളിച്ചു പോകുന്ന ക്ലോസ് ഫ്രണ്ട്സ്. പക്ഷേ 20 വർഷം കഴിയുമ്പോൾ അതൊക്കെ റെഡിക്ക് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സീനിൽ തന്നെ കാണിക്കുന്ന സീനുണ്ട്, അന്യുള്ള സീന്. ഭയങ്കര ഇതാണ്. അവർ താത്തയുള്ള സീന്, ഇപ്പം അവളെ ഫാദറെ വിളിച്ച് സംസാരിക്കും, ഫാദർ കരയുന്ന ഒരു സീനുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ വരാതിരുന്ന് ചോദിക്കുമ്പോൾ അവർ നാട് വിടേണ്ട സിറ്റുവേഷൻ വളരെ ചെറിയ രീതിയിലാണ് അവതരിപ്പിച്ചത്. പക്ഷെ അവർ ഉള്ളിൽ കിടക്കുന്ന നാടായിട്ടുള്ള അറ്റാച്ച്മെന്റ്, വീടായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ അരവിന്ദ് ഉള്ളിൽ കിടക്കുന്നത്. അവർ സൈക്കിളിൻ്റെ ഒരു സംഭവം ഉണ്ട്, ഭയങ്കര കണക്ഷനാണ്. ഈ പടത്തിലെ ഓരോ ഭാഗങ്ങളും. ഇതിൽ അഭിനയിച്ചിട്ട് ചേച്ചിയുടെ ചേട്ടന്മാരുടെ പേരുകൾ കറക്റ്റ് അറിയില്ല എനിക്ക്, ജസ്റ്റ് നോക്കി വായിക്കാം. രാജ് കിരൺ, ശ്രീ ദിവ്യ, സ്വാതി കൊണ്ട, ദേവദർശിനി, ജയപ്രകാശ്, ശ്രീരഞ്ജിനി, ഇളവരശ്, കരുണാകരൻ, ശരൺ ശക്തി, ഇവരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത അതിഗംഭീര എക്സ്പീരിയൻസ്. 3 മണിക്കൂർ നേരം നമ്മൾക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ സംഭവം. പിന്നെ കുട്ടിക്കാലത്തൊരു സംഭവം ഇവരിങ്ങനെ യാത്രയുടെ പറയുന്നുണ്ട്, ഒരു ബിയർ അടിച്ച് ABCD വരയ്ക്കാറുണ്ട്. ആ സീനൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവർ കഴിച്ചിട്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ലിക്കർ കഴിക്കുന്ന ആളുകളാണെങ്കിൽ, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മളത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒരു ബിയർ അടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും പോയി വാങ്ങിച്ചിട്ട് വീണ്ടും ഇരിക്കുന്നത്, കുറേ ഇമോഷൻസ് വരും. പലർക്കും പല മൂടാവും. പക്ഷെ നല്ല ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുറേ നോസ്റ്റ് ഫീൽ ചെയ്യും. സ്കൂൾ ലൈഫ് വരും. പിന്നെ അതിൽ പല പല രീതിയിലുള്ള മൈൻഡനുസരിച്ച് കാര്യങ്ങൾ വരും. പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു സാധനം പറയുന്നുണ്ട്, സംസാരിക്കുന്ന രീതിയിൽ. അരവിന്ദ് സ്വാമി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട് എൻ്റെ കണ്ണിൽ നോക്കിയിട്ട്. ഈ പടത്തിനെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു പോകും. ആ മാതിരി സാധനമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. വേറെ ലെവൽ എക്സ്പീരിയൻസ്. 3 മണിക്കൂർ നേരം ഫാമിലിയായിട്ട് പോയി കാണും, മക്കളായിട്ട് പോയി കാണും. ഒന്നും മോശമായിട്ടില്ല. ആ കൂടി ലിക്കർ കഴിച്ചിട്ട് സീനുകൾ വെച്ച് നിർത്തി ഒന്നും മോശമായിട്ടില്ല. ഒരു മനുഷ്യൻ്റെ റിലേഷൻഷിപ്പിൻ്റെ മാക്സിമത്തിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഡീപ്പ് റിലേഷൻ എന്നൊക്കെ പറയില്ല, കൈതി കറത്തിയത് അരവിന്ദ് കാണിക്കുന്ന ഡീപ്നെസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ആവശ്യം വരുന്ന സമയത്ത് അങ്ങോട്ട് അഡ്വാൻസ് സ്റ്റോക്ക്, ക്യാഷ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതൊക്കെ ഭയങ്കര ഫീലാണ്. പോയി കാണുക, ഫാമിലിയായിട്ട് പോയി കാണുക, നല്ല നല്ല തിയേറ്ററിൽ പോയി കാണുക. ഇവിടെ നിന്ന് OTT വെയിറ്റ് ചെയ്യരുത്, ഇതിങ്ങനെ ഇരുന്ന് കാണും, ഇങ്ങനെ ആ ഫീൽ എടുക്കണം. തിയേറ്ററിൽ തന്നെ കണ്ട പടം OTT കണ്ടെന്ന് എക്സ്പീരിയൻസും കിട്ടില്ല. പോയി കാണുക, ശരിക്കും എൻജോയ് ചെയ്യുക. ഒരു ഫിലിം എൻജോയ് ചെയ്ത് കണ്ടിട്ട്, ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടിട്ട് കണ്ണെന്നൊക്കെ വെള്ളം വന്ന് ഓരോ ഭാഗങ്ങളൊക്കെ വരും. പിന്നെ അച്ഛനമ്മ സിസ്റ്റേഴ്സ് ഒക്കെയുള്ള സീനുകളൊക്കെ നമുക്ക് കണക്ട് ആവട്ടെ. കുറേ ഫ്രണ്ട്സ് നമ്മുടെ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഈ പടത്തിൽ കണക്ട് ചെയ്തിട്ട് ഒരുപാട് സീനുകൾ വന്നു പോയിട്ടുണ്ടായിരിക്കും. ഒന്ന് ആലോചിക്കേണ്ട, പോയി കാണാൻ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്റ്റഡ് ആയി. സാധാരണ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറൊന്നുമില്ല. എനിക്ക് ഒരു പടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ പറയും, അപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നതല്ലാണ്ട് കൂടുതൽ പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ച് കാര്യം നോട്ട് ചെയ്ത് വെച്ച് പറഞ്ഞതാണ്. നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ ടീനേജിലൊക്കെ മുതൽ നമ്മൾ ഇതുവരെ എത്തി നിൽക്കുന്ന സമയം വരെ ഉള്ള കുറേ കാര്യങ്ങൾ കണക്റ്റ് ആവും. സ്വസം മൂവി പോയി കാണുക, ഒന്നും പറയാനില്ല. സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക്.